യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെയിലി ടെസ്റ്റുകൾ ചെയ്യുന്നതാണ്. ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി. ഇന്ന് മൂന്നാമത്തെ സെറ്റ് ഓഫ് ടെസ്റ്റാണ്. 10 മാർക്കിനാണ് ചോദ്യം. കാണാത്തവരുണ്ടെങ്കിൽ പേപ്പർ എടുക്കുക. നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നോക്കി ഉത്തരം ഡിസ്കസ് ചെയ്തതിന് ശേഷം മാർക്ക് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഏത് വർഷമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നിലവിൽ വന്നതെന്നാണ് ചോദ്യം. ഇതിനൊരു റെലവൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൽ ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട് ചില അമെൻമെൻറ്റുകളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതിൻ്റെ വിധി ഉണ്ടായിരുന്നു. ഒരു സിംഗിൾ പാരൻറ്റിനും സ്പെഷ്യൽ കേസിൽ 20 എന്ന് പറഞ്ഞ അപ്പർ ലിമിറ്റ് അബോഷൻ്റെത് 24 വീക്സ് ആക്കിയിട്ട് 24 ആഴ്ചയാക്കിയിട്ട് കൂട്ടിയിരുന്നു. അപ്പോൾ അതുപോലെയുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റെലവൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ഇതിൽ വന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഏത് വർഷമാണ്? എഴുതിക്കോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മാനസ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. മാനസ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സ്റ്റേറ്റിലാണെന്നാണ്. ഇത് കമ്പാരിറ്റീവ്ലി ഈസി ചോദ്യമാണ്. ടു ദ പോയിൻ്റ് ഉത്തരമാണ്. നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. മാനസ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഏത് സ്റ്റേറ്റ് ആണെന്നാണ്. അടുത്തത്, നേപ്പിയർ മ്യൂസിയം ഈസ് ലൊക്കേറ്റഡ് അറ്റ്. അതും ഈസി ചോദ്യമാണ്. നേപ്പിയർ മ്യൂസിയം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അടുത്ത ചോദ്യം എഴുതുമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, കൺട്രി ദാറ്റ് ഈസ് ഹോസ്റ്റിംഗ് ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഇൻ 2023. ഇത് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ഇത്തിരി ടഫാണ്. കൺട്രി ദാറ്റ് ഈസ് ഹോസ്റ്റിംഗ് ക്ലബ് ഫുട്ബോൾ, വേൾഡ് കപ്പ് ഫുട്ബോൾ അല്ല കേട്ടോ, ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പാണ്. ക്ലബ് ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പാണ്. ഇപ്പോൾ ബാർസലോണ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെയുള്ള ക്ലബ്ബുകളുടെ വേൾഡ് കപ്പ് ഫുട്ബോളാണ്. അതെവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഫെബ്രുവരി 2023 മത്സരങ്ങൾ. ഏതാണ് വേദി എന്നാണ് ചോദ്യം. അടുത്തത്, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ഹോസ്റ്റിംഗ് ഹോക്കി വേൾഡ് കപ്പ്? 2023 ഹോക്കി വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഇന്ത്യൻ സ്റ്റേറ്റാണ് ഹോക്കി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഇന്ന് പൊതുവിലും കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് കൺട്രി ഗേവ് ദ പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം ടു ഉക്രൈൻ? ഇത് മുമ്പ് ഡിസ്കസ് ചെയ്താണോ സംശയമുണ്ട്. വിച്ച് കൺട്രി ഗേവ് ദ പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം ടു ഉക്രൈൻ? അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാർ നടക്കുകയാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ബാക്കപ്പ് ഉക്രൈൻ ഉണ്ട് എന്ന് പറയുന്നു. അതായത് വെസ്റ്റ്, കലക്റ്റീവായിട്ടുള്ള വെസ്റ്റും അതുപോലെ തന്നെ നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനും ഉക്രൈൻ എന്ന രാജ്യത്തെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇൻഡയറക്റ്റ്ലി. അപ്പോൾ അതിനൊരു എന്താ പറയുക, അതിന് ശരിവെക്കുന്ന പോലെ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഏത് രാജ്യമാണ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. വിച്ച് കൺട്രി ഗേവ് ദ പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം? പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഡിഫൻസ് സിസ്റ്റമാണ്, ഡിഫൻസ് മിസൈൽ സിസ്റ്റമാണ്. ഏത് രാജ്യമാണ് ഉക്രൈന് കൊടുത്തതെന്നാണ് ചോദ്യം. യൂട്രോഫിക്കേഷൻ ഇസ് എ വെരി ഫേവറബിൾ ഫിനോമിന ഇൻ വാട്ടർ എക്കോസിസ്റ്റം. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ കുറിച്ച് ആദ്യം അറിയണം. ഇത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ആണ് ഇതിൽ പറയേണ്ടത്. യൂട്രോഫിക്കേഷൻ ഇസ് എ വെരി ഫേവറബിൾ ഫിനോമിന ഇൻ വാട്ടർ എക്കോസിസ്റ്റം എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ ഈ പറഞ്ഞ ജീവജാലങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ എല്ലാം ഉണ്ട്, ആൽഗേ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെ ഫേവറബിൾ ആയില്ല, വളരെ നല്ല കാര്യമാണ് ഈ വാട്ടർ എക്കോസിസ്റ്റത്തിൽ എന്നാണ് പറയുന്നത്. യെസ് ഓർ നോ ആണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉത്തരമായിട്ട്. അടുത്തത്, വീർ ഗാർഡിയൻ 23 ഈസ് എ ബൈലാറ്ററൽ എയർ കോമ്പാക്ട് എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? വീർ ഗാർഡിയൻ 23 എന്ന് പറയുന്നത് ഒരു ബൈലാറ്ററൽ എയർ കോമ്പാക്ട് എക്സസൈസാണ്. അപ്പോൾ ഇത് ഏത് രാജ്യമായിട്ടോ? ഒരുപാട് എക്സസൈസുകൾ ഇപ്പോൾ വരുന്നുണ്ട്, ബൈലാറ്ററലും ട്രൈലാറ്ററലൊക്കെ ആയിട്ട്, 3 രാജ്യങ്ങൾ തമ്മിൽ, 2 രാജ്യങ്ങൾ തമ്മിൽ. അപ്പോൾ ഇത് ഇന്ത്യയും മറ്റേത് രാജ്യമായിട്ടാണെന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഏതാണ് രാജ്യം നിങ്ങൾ പറയണം. അടുത്തത്, ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ഈസ് വെരി ഗുഡ് ഫോർ ദ എക്കോണമി. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ യെസ് ഓർ നോ പറയണം. ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ഈസ് വെരി ഗുഡ് ഫോർ ദ എക്കോണമി. കൂടിയ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പ് വളരെ കൂടുതലാവുന്നത് എക്കോണമിക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത്. യെസ് ഓർ നോ എന്നാണ്. അടുത്ത ചോദ്യം, പ്ലേയിങ് ഇറ്റ് മൈ വേ ഈസ് എ ബുക്ക് റിട്ടൺ ബൈ. ഇതൊരു ആത്മകഥയാണ്. ഇത് ഏത് ആളെഴുതിയ? വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അതാണ് നിങ്ങളുടെ ക്ലൂ. വളരെ വളരെ ഫേമസ് ആയി, ഇന്ത്യയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു സ്പോർട്ടിംഗ് ഇവൻറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലെയറുടെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. അപ്പോൾ ഇതിൽ നമ്മൾ ഉത്തരങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ്. ഇതിൽ പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാണ്? സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ.
ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ഈസ് വെരി ഗുഡ് ഫോർ ദ എക്കോണമി. ശരിയാണോ? നോ. ഒരു ചെറിയ മൈൽഡ് ഇൻഫ്ലേഷൻ നല്ലതാണ്. ഇപ്പോൾ 2 to 6% വരെയുള്ള ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം നല്ലതാണ്. പക്ഷേ അധിക ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള നെഗറ്റീവ് ചേഞ്ച്, പണപ്പെരുപ്പം നെഗറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് എക്കോണമിയിൽ. അപ്പോൾ അത് തെറ്റാണ്. നോ. ഇറ്റ് ഈസ് ആൻസർ ഇസ് നോ. വീർ ഗാർഡിയൻ 23 is a bilateral air combat exercise between India and which country? ഏതാ രാജ്യം? സോറി, ഇത് നോ നമ്മൾ പറഞ്ഞു. ഇത് ഏതാ? വീർ ഗാർഡിയൻ 23 ഏത് രാജ്യമാണ്? ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ് രാജ്യം. ജപ്പാനുമായിട്ടാണ് വീർ ഗാർഡിയൻ 23 എന്ന് പറഞ്ഞ ബൈലാറ്ററൽ എക്സസൈസ്. യൂട്രോഫിക്കേഷൻ ഈസ് എ വെരി ഫേവറബിൾ ഫിനോമിന ഇൻ വാട്ടർ എക്കോസിസ്റ്റം. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത് ബയോളജിക്കലായിട്ടുള്ള ഈ പറയുന്ന ഒരുപാട് ഓർഗാനിസംസ് വെള്ളത്തിൽ വളരുന്ന ഒരു ഫിനോമിന. അതായത് ഒരുപാട് വേസ്റ്റ് വാട്ടറും വേസ്റ്റ് ന്യൂട്രിയൻസൊക്കെ വെള്ളത്തിലേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും പോലെയുള്ള അയോൺസും മറ്റ് ന്യൂട്രിയൻസും എന്തിനെ ബാധിക്കും? ഇതിൽ കൂടുതൽ എന്താ പറയുക, ഡെപ്പോസിറ്റ് ചെയ്യും ഈ വെള്ളത്തിൽ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിളായി എടുക്കാൻ പറ്റുന്നത്, ഇപ്പോൾ റിവറിലാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പുഴയിൽ അല്ലെങ്കിൽ തോടുകളിലൊക്കെ നമ്മൾ ഒരുപാട് വേസ്റ്റ്, ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റും അല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് ഇല്ലേ, ഫോസ്ഫേറ്റ്സ് അതുപോലെ തന്നെ നൈട്രേറ്റ്സ് ഒക്കെ അതിൽ ഡംപായി ഈ ആൽഗൽ ബ്ലൂം പോലെ ന്യൂട്രിയൻ്റ് എൻറിച്ച്മെൻറ്റ് വഴി അവിടെ ഒരുപാട് ആൽഗയും വേണ്ടാത്ത കുറേ പ്ലാന്റ്സ് ഒക്കെ വളരാൻ തുടങ്ങും. അപ്പോൾ ഓക്സിജൻ ലെവൽ പോലും, വെള്ളത്തിലെ ഡിസോൾഡ് ഓക്സിജൻ പോലും താഴെ പോകും. അപ്പോൾ യൂട്രോഫിക്കേഷൻ നല്ലതാണോ മോശമാണോ? മോശമാണ്. നോ ആണ് ഉത്തരം. യൂട്രോഫിക്കേഷൻ ഇസ് നോട്ട് എ ഫേവറബിൾ ഫിനോമിന ഇൻ വാട്ടർ ഇക്കോസിസ്റ്റം. വിച്ച് കൺട്രി ഗേവ് ദ പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം ടു ഉക്രൈൻ? ഏതാണ്? USA ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം കൊടുത്തത്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ഹോസ്റ്റിംഗ് ഹോക്കി വേൾഡ് കപ്പ് 2023? ഏതാണ്? ഏത് സ്റ്റേറ്റാണ്? ഒഡീഷ. കൺട്രി ദാറ്റ് ഈസ് ഹോസ്റ്റിംഗ് ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഇൻ 2023? മൊറോക്കോ ആണ് ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം 2023. നേപ്പിയർ മ്യൂസിയം എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് നേപ്പിയർ മ്യൂസിയം. മാനസ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് അറ്റ്? ഏതാണ് സ്ഥലം? ആസാം. സ്റ്റേറ്റ് ആസാമാണ്. ആസാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അല്ലേ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഏത് വർഷമാണ്? 1971. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10ൽ എത്ര മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വിചാരിക്കേണ്ടത്? സെറ്റ് ചെയ്യേണ്ടത് 6 സെറ്റ് ചെയ്യാം. കാരണം കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 6 സെറ്റ് ചെയ്യാം. 6 ആണ് കട്ട് ഓഫ് കേട്ടോ.